ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി ആരക്കുന്നം റൂട്ടിൽ ആരക്കുന്നം ജംഗ്ഷന് 2 കിലോമീറ്റർ മുന്നേ ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ അടുത്ത് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൽ ഇന്റർലോക്ക് ടൈൽ ഭാഗിയ ലോറി കടന്നു വരുന്ന വഴിയുള്ള 5 സെന്റ് സ്ഥലത്ത് 3 ഇനോവ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ 100% വിശ്വസിച്ചു വാങ്ങാവുന്ന നല്ല രീതിയിൽ പണികഴിപ്പിച്ച ഒരു പുതിയ 3 BHK ഇരുനില കിടുക്കാച്ചി വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. താഴെ നിലയിൽ സിറ്റ് ഔട്ടും ലിവിംഗ് കം ഡൈനിങ് ഏരിയയും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും അടുക്കളയും, മുകളിലെ നിലയിൽ അപ്പർ ലിവിംഗ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ബാൽക്കണിയും അടക്കം 1570 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമുള്ളതിനാൽ വീട്ടിൽ വാഹനമില്ലാത്തവർക്ക് പോലും യാത്രാ സൗകര്യത്തിനായി യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. കൂടാതെ അടുത്ത് ഫാക്ടറികളും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളും മറ്റും ഇല്ലാത്തതിനാൽ ഈ ഏരിയയിൽ ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ലഭിക്കുന്നതാണ്. വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ സുഗമമായി കയറ്റി ഇറക്കുവാൻ പറ്റുന്ന വിധം മുഴുവനായും സ്ലൈഡ് ചെയ്ത് തുറക്കാൻ സാധിക്കുന്ന രീതിയിൽ GIയിലാണ് പണിതിരിക്കുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫ്രണ്ട് മുറ്റവും പാർക്കിംഗ് ഏരിയയും ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത്. വീടിന്റെ നേരെ വലതു ഭാഗത്ത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്ത് വലിയ 3 കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ വീടിന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ട്രസ് വർക്ക് ചെയ്ത് മുൻഭാഗം മൊത്തം കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാക്കി മാറ്റാവുന്നതാണ്. വീട് വാങ്ങിക്കുന്നവർക്ക് കൂടുതലായി എന്തെങ്കിലും വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ബിൽഡർ തന്നെ ചെയ്തു നൽകുന്നതായിരിക്കും. സിറ്റ് ഔട്ടിന്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും ഗ്രാനൈറ്റിലും, സിറ്റ് ഔട്ടും സ്റ്റെപ്പിന്റെ റൈസറും സൈഡ് ഭാഗവും വൈറ്റ് കളർ വലിയ ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 4 അടിയും വീതി 28 സെന്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 13.25 അടി നീളവും 4.25 അടി വീതിയുമാണ്. 56 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് നല്ല ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ള സ്ട്രോങ് ആയ സുരക്ഷിതത്വമുള്ള സ്റ്റീൽ ഡോറാണ്. അതിൽ അകത്തു നിന്നും പുറത്തുള്ള ദൃശ്യങ്ങൾ കാണുന്നതിനായി ഒരു ലെൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ. മുകളിൽ തട്ടിൽ സൈഡിൽ കോർണറിൽ LED സ്ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയുടെ ലെഫ്റ്റ് ഭാഗത്തായി കോർണറിൽ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ ഡൈനിങ് ഏരിയയുടെയും ലിവിംഗ് ഏരിയയുടെയും സെൻറ്ററിലായി ഒരു വുഡൻ ഡിവൈഡറോ കർട്ടനോ സെറ്റ് ചെയ്ത് ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം 19.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 209.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയയുള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ തട്ടിന്റെ കോർണറിലും LED സ്ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 11.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 123.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം. ഈ ഏരിയയുടെ വലിപ്പം 4.25 അടി നീളവും 3.25 അടി വീതിയുമാണ്. 15.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വൈറ്റ് കളറിലെ ഗ്രേ ഡിസൈനോട് കൂടിയ വലിയ 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 7 അടി നീളവും 4.5 അടി വീതിയുമാണ്. 31.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ്. അടുക്കളയുടെ ഡോറും സ്റ്റീലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ്. കിച്ചൺ സ്ലാബ് അത്യാവശ്യം വലിപ്പത്തില്, പെരുമാറാനുള്ള സൗകര്യത്തില് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലാബിന് താഴെ കബോർഡ് വർക്ക് മൊത്തം വൈറ്റ് കളർ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബിന് മുകളിലായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടാപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബിന്റെ ലെഫ്റ്റ് ഭിത്തിയിലെ 3 ഡോറോട് കൂടിയ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു സ്റ്റീൽ ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 10.25 അടി നീളവും 7.25 അടി വീതിയുമാണ്. 83.5 സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത്. ഇതാണ് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൽ മൊത്തം 17 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 98 സെന്റിമീറ്ററും വീതി 27 സെന്റിമീറ്ററുമാണ്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. അപ്പർ ലിവിംഗ് ഏരിയയിലായിട്ടാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നത്. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 13.25 അടി നീളവും 11.25 അടി വീതിയുമാണ്. 149 സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 11.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 121 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിന്റെ റൈറ്റ് കാണുന്ന ഭാഗത്ത് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂമിന്റെ ഡോറിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവർ നൽകിയിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൽ ഒട്ടിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂമും. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 16.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 177 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. പകൽ സമയത്ത് ലൈറ്റുകളൊന്നും ഇടാതെ തന്നെ നല്ല രീതിയിലുള്ള വെട്ടം കിട്ടുന്ന രീതിയിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിലും ഫ്ലോറിലും എല്ലാ ബാത്റൂമുകളിലും വാട്ടർ പ്രൂഫ് ചെയ്ത് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 27.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസാണ്. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു സ്റ്റീലിൻ്റെ ഡോറാണ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നും ഒരു ലാൻഡിങ് സെറ്റ് ചെയ്ത് അവിടെ നിന്നും മുകളിലേക്ക് വാർത്താണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. മുകളിൽ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ബാൽക്കണിയാണ്. അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്നാണ് ഇവർ ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ എൽ ഷേപ്പിൽ ഇവർ അടിപൊളിയായിട്ടുള്ള ഒരു ചാരുബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാരുബെഞ്ച് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലും ചാരുപടി സ്റ്റീലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ വലിപ്പം 11 അടി നീളവും 4.5 അടി വീതിയുമാണ്. 49.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത്. വടക്ക് ദർശനത്തിൽ വഴിക്ക് അഭിമുഖമായി ഫ്രണ്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ബാൽക്കണി പണിതിരിക്കുന്നത്. ബസ് റൂട്ടിനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ 5 സെന്റ് സ്ഥലത്ത് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന പുതിയ 3 BHK 1500 സ്ക്വയർ ഫീറ്റ് ഈ ഇരുനില വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 57 ലക്ഷം രൂപയാണ്. റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ്. ഇതാണ് വീടിന്റെ ബാക്ക് സൈഡായി വരുന്ന ഭാഗം. വീട് വാങ്ങിക്കുന്നവർ അത്യാവശ്യം
കൃഷിയോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടാങ്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് ഒരു ഇളന്തിണ്ണ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ സൈഡൊക്കെ മൊത്തം കവേഡാക്കിയിട്ട് ഒരു വർക്ക് ഏരിയ ആക്കി ഇത് മാറ്റാവുന്നതാണ്. ഈ ഭാഗത്ത് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റും സ്വിച്ചും സോക്കറ്റും അതിൻ്റെ ഡ്രെയിനേജ് പൈപ്പും മറ്റുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇളം തിണ്ണയുടെ വലിപ്പം 12 അടി നീളവും 5 അടി വീതിയുമാണ്. 60 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഇളം തിണ്ണയുള്ളത്. ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 19 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 15 കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് 2 കിലോമീറ്ററും പിറവത്തേക്ക് 9 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 6 കിലോമീറ്ററും നടക്കാവിലേക്ക് 8 കിലോമീറ്ററും പുതിയകാവിലേക്ക് 12 കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് 4.25 കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് 13.5 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 16.5 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് 17.5 കിലോമീറ്ററും കാക്കനാടേക്ക് 23 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 15 കിലോമീറ്ററും തേവരയിലേക്ക് 17 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 27 കിലോമീറ്ററും കലൂരേക്ക് 22 കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. വീട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു നൽകുന്നതായിരിക്കും. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.